നമുക്ക് സദ്യ സ്പെഷ്യലായ ഇഞ്ചമ്പുളി അഥവാ പുളിയിഞ്ചി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിനകത്തിലേക്ക് നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഇഞ്ചി നന്നായിട്ട് വറന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായ പുളി വെള്ളത്തിലേക്കിടാം. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കിട്ടുവേ. പുളി 2 നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇഞ്ചിയെ. അപ്പോൾ ഞാൻ ഈ ഒരു വേറൊരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. ഇനി ഇതിനകത്തിലാണ് ബാക്കി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തിൽ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായം ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയാകുമേ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് പുളി പിഴിഞ്ഞ് അരിച്ച് നമുക്ക് ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. നന്നായിട്ട് തിളച്ച് ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ആ ഒരു ടൈമിലേക്ക് ആവശ്യമായ ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കുറുകി പറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി 1 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അരിച്ച ശർക്കരയാണേ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ചേർത്താൽ മതിയാകും. അപ്പോൾ ഇനി കുറുകി വരുമ്പോഴേക്കും ശർക്കരപ്പാനി കൂടെ ചേർത്തത് കാരണം നമ്മുടെ ഇഞ്ചമ്പുളിയുടെ കളറ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കറുത്ത കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറ് പിറ്റേന്നാകുമ്പോഴത്തേനും ഒന്നുകൂടെ നന്നായിട്ട് കളർ ചേഞ്ച് ഉണ്ടാകും. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലാക്ക് കളറാകും കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയിട്ട് മൂപ്പിച്ച് നമ്മുടെ ഇഞ്ചമ്പുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്താൽ മതിയാകും. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ബ്ലാക്ക് കളറായി വരുന്നുണ്ട്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റായിട്ടുള്ള ഇഞ്ചമ്പുളി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെച്ച ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും ഒന്നിൽ പിറ്റേന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണെങ്കിൽ, ചെറിയൊരു പശയുണ്ട്, അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും.